ഇതെൻ്റെ ടെറസിൽ നിൽക്കുന്ന ഉണ്ടമുളകും ഒരു 3 ചട്ടിയിൽ നിൽക്കുകയാണ്. അതിൽ 2 എണ്ണത്തിൽ പിടിക്കാൻ തുടങ്ങി, ഇനി ഒരെണ്ണത്തിൽ പിടിച്ചു തുടങ്ങിയില്ല. അത് ഉണ്ടമുളകാണെന്നാണ് തോന്നുന്നത്. അതുപോലെ തന്നെ നിൽക്കുക. കണ്ട, ഞാൻ ഇതിൽ അഗ്രോ പ്ലസ് തന്നെയാണ് സ്പ്രേ ചെയ്യുന്നത്. ഞാൻ അതിൽ വേറെ ഒന്നും ഇതുവരെ സ്പ്രേ ചെയ്തിട്ടില്ല. അതിന് കുരുടിപ്പും കാര്യങ്ങളും ഒന്നും തന്നെ വന്നിട്ടില്ല. കുരുടിപ്പ് വരുന്നവരെ ഞാൻ കാത്തുക്കത്തില്ല. അതിന് മുന്നേ 2 ആഴ്ചയിൽ ഒരിക്കൽ ഞാൻ എന്തായാലും ഇതിനൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുരുടിപ്പ് വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വലിയ പാടാണ്. അഗ്രോ പ്ലസിലാണെങ്കിലും വലുതായിട്ട് നിൽക്കാൻ പാടാണ് കേട്ടോ. അപ്പോൾ പിന്നെ വളമെന്ന് പറയുന്നത് നമ്മുടെ സ്ലറി ഒഴിച്ചു കൊടുക്കും. ചാണകപ്പൊടിയൊക്കെയാണ് അടിവളമായിട്ട് കൊടുത്ത്. പിന്നെ സ്ലറി തന്നെയാണ്, ജൈവ സ്ലറി തന്നെയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. പിന്നെ നല്ല മണം. വിളഞ്ഞിട്ടില്ല കേട്ടോ, ഒരെണ്ണം വിളഞ്ഞിട്ടി. അതൊന്ന് ഒടിച്ചു നോക്കിയപ്പം അത് നല്ല മണമുണ്ട്. അപ്പം നല്ല നമ്മുടെ പണ്ടത്തെ നാടൻ ഉണ്ടമുളകാണ്. കുറേ നാളായിട്ട് അത് കിട്ടിയിട്ട്. ഇപ്പോൾ കിട്ടുന്ന എല്ലാം നമുക്ക് മേടിക്കാൻ കിട്ടുന്നുണ്ട് തൈ, പക്ഷേ അതിനൊന്നും മണമില്ല. പക്ഷേ എന്തായാലും ഇതിനെന്തായാലും മണമുണ്ട്. നമ്മുടെ നാടൻ മുളക് തന്നെ കിട്ടി. തൈ വാങ്ങിച്ച് വെച്ചതാണ്. തൈ 4 തൈ ആണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. പക്ഷേ 2 എണ്ണത്തിൽ പിടിക്കാൻ തുടങ്ങി. മറ്റേതൊക്കെ ഇനി പിടിച്ചു വരും പറയും ഏതാണെന്ന്. ഇപ്പോൾ എന്തായാലും ഇതിപ്പോൾ നാടനാണ്, നമുക്ക് ഇതിൽ നിന്ന് വിത്തെടുക്കാം. അപ്പോൾ വിളഞ്ഞ് കഴിഞ്ഞിട്ട് ഇതിൽ നിന്ന് വിത്തെടുത്ത് പാകാമെന്നാണ് അടുത്ത പരിപാടി. പിടിച്ചു വരുന്നേ ഉള്ളു. കുഞ്ഞാളുകളൊക്കെ ഒരുപാടുണ്ട്. ഇതെൻ്റെ ടെറസിൽ നിൽക്കുന്ന ഉണ്ടമുളകും ഒരു 3 ചട്ടിയിൽ നിൽക്കുകയാണ്. അതിൽ 2 എണ്ണത്തിൽ പിടിക്കാൻ തുടങ്ങി, ഇനി ഒരെണ്ണത്തിൽ പിടിച്ചു തുടങ്ങിയില്ല. അത് ഉണ്ടമുളകാണെന്നാണ് തോന്നുന്നത്. അതുപോലെ തന്നെ നിൽക്കുക. കണ്ട, ഞാൻ ഇതിൽ അഗ്രോ പ്ലസ് തന്നെയാണ് സ്പ്രേ ചെയ്യുന്നത്. ഞാൻ അതിൽ വേറെ ഒന്നും ഇതുവരെ സ്പ്രേ ചെയ്തിട്ടില്ല. അതിന് കുരുടിപ്പും കാര്യങ്ങളും ഒന്നും തന്നെ വന്നിട്ടില്ല. കുരുടിപ്പ് വരുന്നവരെ ഞാൻ കാത്തുക്കത്തില്ല. അതിന് മുന്നേ 2 ആഴ്ചയിൽ ഒരിക്കൽ ഞാൻ എന്തായാലും ഇതിനൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുരുടിപ്പ് വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വലിയ പാടാണ്. അഗ്രോ പ്ലസിലാണെങ്കിലും വലുതായിട്ട് നിൽക്കാൻ പാടാണ് കേട്ടോ. അപ്പോൾ പിന്നെ വളമെന്ന് പറയുന്നത് നമ്മുടെ സ്ലറി ഒഴിച്ചു കൊടുക്കും. ചാണകപ്പൊടിയൊക്കെയാണ് അടിവളമായിട്ട് കൊടുത്ത്. പിന്നെ സ്ലറി തന്നെയാണ്, ജൈവ സ്ലറി തന്നെയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. പിന്നെ നല്ല മണം. വിളഞ്ഞിട്ടില്ല കേട്ടോ, ഒരെണ്ണം വിളഞ്ഞിട്ടി. അതൊന്ന് ഒടിച്ചു നോക്കിയപ്പം അത് നല്ല മണമുണ്ട്. അപ്പം നല്ല നമ്മുടെ പണ്ടത്തെ നാടൻ ഉണ്ടമുളകാണ്. കുറേ നാളായിട്ട് അത് കിട്ടിയിട്ട്. ഇപ്പോൾ കിട്ടുന്ന എല്ലാം നമുക്ക് മേടിക്കാൻ കിട്ടുന്നുണ്ട് തൈ, പക്ഷേ അതിനൊന്നും മണമില്ല. പക്ഷേ എന്തായാലും ഇതിനെന്തായാലും മണമുണ്ട്. നമ്മുടെ നാടൻ മുളക് തന്നെ കിട്ടി. തൈ വാങ്ങിച്ച് വെച്ചതാണ്. തൈ 4 തൈ ആണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. പക്ഷേ 2 എണ്ണത്തിൽ പിടിക്കാൻ തുടങ്ങി. മറ്റേതൊക്കെ ഇനി പിടിച്ചു വരും പറയും ഏതാണെന്ന്. ഇപ്പോൾ എന്തായാലും ഇതിപ്പോൾ നാടനാണ്, നമുക്ക് ഇതിൽ നിന്ന് വിത്തെടുക്കാം. അപ്പോൾ വിളഞ്ഞ് കഴിഞ്ഞിട്ട് ഇതിൽ നിന്ന് വിത്തെടുത്ത് പാകാമെന്നാണ് അടുത്ത പരിപാടി. പിടിച്ചു വരുന്നേ ഉള്ളു. കുഞ്ഞാളുകളൊക്കെ ഒരുപാടുണ്ട്.